ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ചും കൂടെ പെർഫ്യൂംസ് വരാനുണ്ടായിരുന്നു, അങ്ങനെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു എന്താ പറയുന്നത്, ഒരു കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങൾ. നമ്പർ വൺ ഷൂസാണ്. അതിൻ്റെ ഒരു വ്ളോഗ് കാണിക്കണം. അത് ഒരുപാടായി. അമ്മ എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റും വാങ്ങി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവമുണ്ട്. സൺഗ്ലാസസ്, പിന്നെ വാച്ചസ്. അത് അധികവും ഇല്ല, ഭയങ്കര എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോബി അല്ലേ. പക്ഷെ പെർഫ്യൂം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പെർഫ്യൂം അഡിക്ഷനാണ്, ഭയങ്കര അഡിക്ഷനാണ്. തുടങ്ങി അപ്പോൾ ഞാനിങ്ങനെ പെർഫ്യൂംസ് കുറച്ച് കുറച്ച് വാങ്ങി കളക്ട് ചെയ്യാനും പിന്നെ ഞാനിങ്ങനെ ഫ്രേഗ്രൻസിനെ കുറിച്ചൊക്കെ കുറച്ച് പഠിക്കാനും എല്ലാം തുടങ്ങി. കഴിഞ്ഞപ്പോഴേക്കും ഐ നെവർ റിയലൈസ്ഡ് ഹൗ മച്ച് മണി ഐ സ്പെൻഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, പക്ഷേ ഐ എൻജോയ് ഫ്രേഗ്രൻസസ് എ ലോട്ട്. ആൻഡ് ഇതെല്ലാം ഒന്നും കൊളാബറേഷൻ ഒന്നും അല്ല കേട്ടോ, എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഏകദേശം ഉള്ള എല്ലാ പെർഫ്യൂംസും കൂടെ എൻ്റെ ഒരു കണക്ക് കൂട്ടെല്ലാം മോർ ദാൻ 1 lakhിൻ്റെ വാല്യൂ കാണും. ഉപയോഗിച്ച് കഴിഞ്ഞ ബോട്ടിൽസ് ഒന്നുമല്ല, ഇതെല്ലാത്തിലും പെർഫ്യൂംസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും തുറക്കാത്തതും ഉള്ള പെർഫ്യൂംസാണ്. അപ്പോൾ കുറച്ച് പെർഫ്യൂംസിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടും എൻ്റെ നോട്ട്സും അങ്ങനെയൊന്നും പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ലാസ്റ്റ് വരാം. പിന്നെ ഇതിൽ ലേഡീസ് ഇല്ല, 2-3 ഉണ്ട്, അത് പൊട്ടിക്കാത്തതുകൊണ്ട് എടുത്തതാണ്. ലേഡീസ് ഉള്ള കിഡിലൻ 2-3 എൻ്റെ സജഷൻസ് പറയാം. സോ ഫസ്റ്റ്ലി, ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഞാൻ ഇൻ്റർനെറ്റിൽ ട്രോൾ ചെയ്ത് കണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഇന്ത്യൻസ് ആർ സ്മെല്ലി എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നെറ്റിൽ ഈ ഫേസ്ബുക്കിലോ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഫോറിനേഴ്സിൻ്റെ ഒരു ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആർ സ്മെല്ലി എന്നാണ്. ആൻഡ് ടു ആൻ എക്സ്റ്റെൻഡ് ഇറ്റ് ഇസ് റൈറ്റ്, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ എപ്പോഴും ഹ്യൂമിഡാണ്, നമ്മൾ ഒരുപാട് വേർക്കും. പിന്നെ നമ്മുടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും അങ്ങനെ ഇപ്പോൾ ബസ്സസ് അതൊന്നും AC ഒന്നും അല്ല. ആൻഡ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഓണസ്റ്റ്, നമ്മളങ്ങനെ ഒരുവിധം നമ്മുടെ ഒരു മിഡിൽ ക്ലാസ്സും എബ്രോഡിലെ മിഡിൽ ക്ലാസ്സുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ പ്രയോറിറ്റി നോട്ട് സ്മെൽ ഗുഡ് ആൻഡ് ഒരു അങ്ങനെ നടക്കാനുള്ളതൊന്നുമല്ല. നമുക്ക് നമ്മുടെ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ലോൺസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉണ്ടെങ്കിൽ, ബാക്കിയുള്ളവർക്ക് അവർക്ക് ഇങ്ങനത്തെ സെൽഫ് ഇൻ്റലിജൻറ്റ് കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പൈസയുണ്ട്. അവിടുത്തെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സെയിൽസ് ഗേൾ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെയും കാട്ടി ഇൻകം ഉണ്ട് അവർക്ക്. ദേ ഹാവ് മണി ടു സ്പെൻഡ് ഓൺ തിങ്സ് വിച്ച് ദേ ലവ്. നമ്മുടെ ബാക്കിയുള്ളവർക്ക്, ഇവിടുത്തെ ആൾക്കാർക്കാകുമ്പോൾ വീട്ടുകാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കി അതിനുള്ള പൈസ ആണല്ലോ. പിന്നെ സെക്കൻഡ്ലി അവർ ക്രെഡിറ്റ് കാർഡിലാണെങ്കിലും ഡെറ്റിലാണെങ്കിലും ദേ വിൽ ബൈ. അവരുടെ യൂറോപ്യൻ കൾച്ചറും ഇപ്പം കൊറിയൻ ആണെങ്കിലും, ഞാൻ പോയിരിക്കുന്ന വെസ്റ്റിലും അല്ലെങ്കിൽ കൊറിയയിലാണെങ്കിലും അങ്ങനെ മില്യണേഴ്സും ഭയങ്കര അപ്പർ മിഡിൽ ക്ലാസ് ഒന്നും അല്ല ഈ 10-20 രൂപയുടെ പെർഫ്യൂംസ് വാങ്ങുന്നത്. സാധാരണ മിഡിൽ ക്ലാസ് ആൾക്കാർ വരെ വാങ്ങും. ഓക്കെ, സോ എനിക്ക് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈസ് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു പെർഫ്യൂമിൽ പ്ലീസ് ഡു ഇൻവെസ്റ്റ്. ബിക്കോസ് വൺസ് യു സ്മെൽ ഗുഡ്, നമ്മളൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു കൊളീഗ്സിൻ്റെ അടുത്തേക്കോ എങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ തന്നെ ഇപ്പോൾ നന്നായി വൃത്തിയായി ഷേവ് ചെയ്ത് പോകുന്നു, മുടി വെട്ടി പോകുന്നു, നെയിൽസ് ട്രിം ചെയ്ത് പോകുന്നു, നന്നായി ഡ്രസ്സ് ചെയ്ത് പോകുന്നു, മീൻസ് വി ടേക്ക് എൻ എഫേർട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്മെൽ ചെയ്യുമ്പോൾ ഭയങ്കര നല്ലൊരു, വൺസ് യു സ്മെൽ ഗുഡ്, ഭയങ്കര നല്ലൊരു ഇംപ്രഷനാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ദർ ഇസ് നോ ഡിനൈയിങ് ദാറ്റ്. അപ്പോൾ എവ്രി വൺ ട്രൈ ടു സ്മെൽ ഗുഡ് ആൻഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫ്യൂം. ബാക്കിയുള്ള എന്ത് ഹൈജീൻ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു പെർഫ്യൂം എപ്പോഴും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ എനിക്ക് ആദ്യമേ ഞാൻ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഹൈപ്ഡപ്പായിട്ട് വാങ്ങിയ പെർഫ്യൂം, പക്ഷെ അത്രയും നല്ലതല്ലാന്ന് തോന്നിയ അധികമൊന്നുമില്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാവേ. ആദ്യമേ തന്നെ ഈ സാറയുടെ കുറേ പെർഫ്യൂംസ് ഉണ്ട്. ഐ ഫീൽ ഓൾ ദ സാറ പെർഫ്യൂംസ്, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നെറ്റിൽ വേറെ ഒപ്പീനിയൻ ആയിരിക്കും, ബാക്കിയുള്ള എന്തെങ്കിലും ആയിരിക്കും, ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഒപ്പീനിയൻ ആയിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, കാരണം എല്ലാം ഉപയോഗിച്ചാണ് ഒപ്പീനിയൻസ് ആണ്. സാറയുടെ ഒരുവിധം കുറേ പെർഫ്യൂംസ് ഉണ്ട്. എല്ലാത്തും അടിച്ചു കഴിയുമ്പോൾ ഓപ്പണിംഗ് നോട്ട്, ഇത് ഐ മീൻ കുറേ പറയുന്നുണ്ട്, ഓപ്പണിംഗ്, മിഡ് നോട്ട്, പിന്നെ ഡ്രൈ ഡൗണ്, പിന്നെ ഇതിൻ്റെ ഈ സെൻറ്റ് പ്രൊഫൈൽസ് ഉണ്ട്, ലെതർ, ഊത്, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ റഫായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നുള്ള രീതിയിലേക്ക് പോകുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. സാറയുടെ പെർഫ്യൂംസ് ഐ ഫീൽ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ് അറ്റ് ഓൾ. ഇതൊക്കെ കുറേ കാലമായി ഞാൻ വാങ്ങിയിട്ട്, എന്നിട്ടും അത് തീർന്നിട്ടില്ല, ഹാഫ് ബോട്ടിലേ ആയിട്ടുള്ളൂ. സോ ഐ ഫീൽ സാറ ബോട്ടിൽസ് ആ പെർഫ്യൂംസ് ആർ നോട്ട് വർത്ത്. അടിച്ചു കഴിയുമ്പോൾ ഒരു നല്ല മണമുണ്ട്, പെട്ടെന്ന് ആ മണം ഒക്കെ വേപ്പറും. പിന്നെ ഇറ്റ് ഡസൻ ഫീൽ, ഇറ്റ്സ് ലൈക്ക് ഒരു 3000 4,000 ഒക്കെ ഉണ്ട്, അതിനുള്ള വർത്ത് എനിക്ക് പേഴ്സണലി തോന്നിയില്ല.
പിന്നെ ഇത് ഒരു ഭയങ്കര മാർക്കറ്റിംഗ് കൊണ്ട് എനിക്ക് ഫേമസ് ആയ ബ്രാൻഡാണ്. കാരണം ഇവരുടെ സാമ്പിൾ വാങ്ങുമ്പോൾ കുറേ ഫ്രേഗ്രൻസസ് നമുക്ക് കിട്ടും. ആ സാമ്പിളിൽ ചെറുതാണ്, ഈ 10 ml ബോട്ടിൽസ് ആണ്. പക്ഷേ അതിപ്പോൾ 400 രൂപയാണെങ്കിൽ നമ്മൾ അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ, വാങ്ങിക്കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇത് ചിലപ്പോൾ 1000 രൂപ വല്ല ആയിരിക്കും. നമുക്ക് 600 രൂപ 400 രൂപ എത്രയാണോ സാമ്പിളിന് വാങ്ങിയത് അത് കുറയ്ക്കും. അതായിരുന്നു ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക്. ഇവരുടെ പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ കുറേ പെർഫ്യൂംസ് ഉപയോഗിച്ചിട്ടുണ്ട്. 3, 4, 5 ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാബ്ലി ബ്ലൂ ഞങ്ങൾ ആക്ച്വലി ട്രാവൽ വിത്ത് ഓച്ചർ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തത് ഇതാണ്. ഇതിൻ്റെ ഓപ്പണിങ് ഈ അടിച്ചു കഴിയുമ്പോൾ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ സ്മെൽസും ഇല്ല. എനിക്ക് ഭയങ്കര സൂതനിങ് സ്മെൽസ്. കുറേ ഫ്രേഗ്രൻസസ് ഉണ്ട്, ഒരു ഒറിജിനൽ ഓയിൽ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഫ്രേഗ്രൻസ് പോലെ തോന്നുന്നു. പക്ഷേ ഇവർ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ തോന്നുന്നത്. എനിക്ക് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഐ ഫീൽ ഇറ്റ്സ് ഇൻക്രെഡിബിൾ വാല്യൂ ഫോർ മണി. കാരണം ഇത്രയും ചെറിയ പൈസയ്ക്ക് എനിക്കൊന്നിപ്പം ഇത്രയും വലിയ ബോട്ടിൽ ഇത് 50 ml 75 ml ഒക്കെ 1000 രൂപയ്ക്കും കണ്ടാണ് 2 ബോട്ടിൽ കിട്ടുന്നതെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച അത്രയും ഇവർ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരുന്നു. 12 hours ലാസ്റ്റ് ചെയ്യുന്നു അത്രയൊന്നും ഇല്ലെങ്കിലും ഈ ചെറിയ പൈസയ്ക്ക് ഭയങ്കര നല്ല വാല്യൂ ഉള്ള ഒരു പെർഫ്യൂമാണ്. ബട്ട് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കില്ല. പിന്നെ ഇതും ഭയങ്കര ഒരു ഹൈപ്ഡപ്പ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. പിന്നെ നമുക്ക് ഈ ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എബ്രോഡൊക്കെ ആണെങ്കിൽ സമ്മർ, ഓട്ടം, സ്പ്രിങ്, വിൻ്റർ 4 വെതറിൽ 4 ഫ്രേഗ്രൻസാണ്. കാരണം ഹെവി ഫ്രേഗ്രൻസ്, നല്ല ഒരു റിച്ച് ആയിട്ടുള്ള, ഇപ്പോൾ വാനില, ഊത്, ലെതർ ഇങ്ങനത്തെയൊക്കെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫ്രേഗ്രൻസസ് വിൻ്റേഴ്സിൽ ഉപയോഗിക്കുള്ളൂ. കാരണം സമ്മറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേനിക്കും അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിരിക്കും. ഞാൻ ഉപയോഗിക്കും, പക്ഷെ പൊതുവേ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ വിൻ്റർ ഫ്രേഗ്രൻസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹെവി ഫ്രേഗ്രൻസ് ആണ് ലോങ് ലാസ്റ്റിംഗ്. ഫ്രഷ് ഫ്രേഗ്രൻസസ് ഉണ്ട് വിച്ച് ഇസ് ഗുഡ് ഫോർ സമ്മർ. ഇപ്പം അക്വാട്ടിക്, ഈ ഓഷ്യൻ്റെ സ്മെല്ല്, വെള്ളം, വാട്ടർ, സീ വാട്ടർ, ടീ, പിന്നെന്താ ഫ്രൂട്ടി, ഇങ്ങനത്തെ കുറച്ച് മണങ്ങളുള്ള ഫ്രേഗ്രൻസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സമ്മേഴ്സിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആവാൻ കുറച്ച് പാടാണ്. അങ്ങനത്തെ ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ് ഈ നോട്ടിക്കയുടെ വോയേജ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഒരു ഓഫീസിലും സ്കൂൾസ്, കോളേജസ് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഇടാൻ നല്ലതാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരിക്കലും അല്ല. പക്ഷേ ഈ ഒരു പൈസയ്ക്ക് നല്ല ഒരു ഫോർമൽ, ഭയങ്കര ഫോർമൽ അല്ല, ഒരു സെമി ഫോർമൽ സ്മെല്ലുള്ള നല്ലൊരു പെർഫ്യൂമാണ് ഇത് നോട്ടിക്ക. സോ ദിസ് ഓൾസോ നൈസ്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അത്രയല്ല. ഒരു പെർഫ്യൂം അങ്ങനെ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ്. ഈ ഫോറിനേഴ്സിന് അങ്ങനെ ഇത്രയും മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് ക്യാരി ചെയ്യും. ഇതിൻ്റെ തന്നെ അവർ ചെറിയ ബോട്ടിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനത്തെ ആക്കിയിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ പമ്പ് ചെയ്താക്കാം. അതിനുള്ള ഒരു വേറെ ചെറിയ പെർഫ്യൂം ബോട്ടിൽസ് കിട്ടും നമുക്ക്. എന്നിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അടിക്കും, എല്ലാ 3 hours 4 hours കൂടുമ്പോൾ. അങ്ങനെയാണ് അവർക്ക് എപ്പോഴും മണം വരുന്നത്. ഓക്കെ, സോ ഇത് നോട്ടിക്ക. പിന്നെ ഇതാണ് ഞാൻ ജിമ്മിൽ അടിക്കുന്നത്. ഇത് കൊളോണാണ്. സോ പെർഫ്യൂംസിന് തന്നെ പല രീതിയിലുള്ള ഈ ഒരു എന്താ പറയുന്നത് ഇൻറ്റൻസിറ്റി ഉണ്ട്. ഫസ്റ്റ് കൊളോൺ ഉണ്ട്. കൊളോൺ ആക്ച്വലി ഏറ്റവും കുറവ് പെർഫ്യൂം ഓയിലുള്ളതായിരിക്കും. എൻ്റെ ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നത് ഡിയോഡ്രൻ്റ് ഒന്നും കൂട്ടുന്നില്ല. കൊളോൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ EDP ടോയ്ലറ്റിൻ്റെ അതിന് കുറച്ചും കൂടെ ഒരു ഓയിൽ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ EDP ഉണ്ട്. അപ്പം അതിന് പെർഫ്യൂം ഉണ്ട്, പെർഫ്യൂം ഡി എക്സ്ട്രാക്ട് ഉണ്ട്. ഇതിനൊക്കെ ഓയിൽ കണ്ടന്റ് കൂടുന്ന അനുസരിച്ച് ആണ് ശരിക്കും ഇവർ പറയുന്ന ഇൻറ്റൻസിറ്റി കൂടുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ് വേർഷനാണ്. ഇത് ജിമ്മിലൊക്കെ അടിക്കാൻ ഒരു മണിക്കൂറത്തേക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ എന്താ ആഫ്റ്റർ ഷേവ് ലോഷനില്ലേ അതിൻ്റെയൊക്കെ ഉള്ളൊരു മണമുള്ളൊരു പെർഫ്യൂമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന 2 ഡിയോഡ്രൻസ് ഉണ്ട്. ഇതൊരു കിഡിലനാണ്. പോറോം എന്ന് പറയുന്ന ഇത് ഡിയോറിൻ്റെ. ഇതിൻ്റെ തന്നെ പെർഫ്യൂം ഉണ്ട്, EDT ഉണ്ട്, EDP ഉണ്ട്. രണ്ടും സൂപ്പറാണ്. ഒരു ക്ലാസിക് മെൻ ഇന്ത്യക്ക് നമ്മുടെ കേരള വെതറിന് പറ്റിയതാണ്. എൻ്റെ പെർഫ്യൂം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, പക്ഷേ ഈ ഡിയോഡ്രൻ്റ് ഇത് അടിപൊളി. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് 1 million. ഇതൊരു അറബിക് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. അതിൻ്റെ ഒരു ഇതിൻ്റെ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. 1 millionൻ്റെ എലിക്സർ എന്ന് പറയുന്നത്. ഇത് ഞാൻ തുറന്നിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തു. ഇറ്റ് ഈസ് അമേസിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലവ് ദ ബോട്ടിൽ. ഞാൻ 1 millionൻ്റെ വലിയ ഫാനാണ്. പാക്കോ റബാനയുടെ ബാക്കിയുള്ളതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇവരുടെ 1 million എലിക്സർ എന്ന് പറയുന്ന അടിപൊളിയാണ്. ദിസ് വിൽ ലാസ്റ്റ് അറൌണ്ട് 5 to 6 hours. ഞാൻ എല്ലാം കൂടെ അടിക്കുന്നില്ല. ഐ ലവ് ദിസ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ബോട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത് അടിപൊളിയാണ്. ഇത് പാക്കോ റബാനയുടെ എലിക്സർ ആണ്. ഐ ലവ് ദാറ്റ് സ്മെൽ. ഇറ്റ്സ് എ ക്ലാസിക് മിഡിൽ ഈസ്റ്റേൺ വൈബ്. ഫേവറേറ്റ് പെർഫ്യൂം കാണിച്ചിട്ടില്ല. ഇതൊക്കെ കാണിച്ചു.
പിന്നെ ഈ അറബിക് ഇപ്പം എല്ലാം കൂടുതൽ ഞാൻ കാണിച്ചത് യൂറോപ്യൻ പെർഫ്യൂംസ് ആണ്. ഈ ഡിയോറും പ്രാഡയും അങ്ങനത്തെ നല്ല പെർഫ്യൂംസ് ഒക്കെ യൂറോപ്യൻ ആണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റേണിൽ നല്ല കിഡിലൻ വാല്യൂ ഫോർ മണിയും, പക്ഷേ ഇവർ ഏകദേശം ആ ഒരു സ്മെല്ല് റീക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇവരായിട്ടുള്ള സ്മെല്ല് റീക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ലത്താഫയുണ്ട്, ഫ്രഞ്ച് കണക്ഷൻസ് ഉണ്ട്, പിന്നെ എന്തായിരുന്നു ഇതുപോലെ വേറെ കുറേ ഉണ്ട്, റസാസി ഉണ്ട്, അങ്ങനെ കുറേ മിഡിൽ ഈസ്റ്റിൽ അജ്മൽ ഉണ്ട്, സ്വിസ് അറേബ്യൻ ഉണ്ട്, അങ്ങനെ കുറേ നല്ല കിഡിലനായിട്ടുള്ള നല്ല വാല്യൂ ഫോർ മണി. അർമാഫ് ഉണ്ട്, ഞാൻ കാണിച്ചത് ഇന്ത്യയിലുണ്ട്, വാല്യൂ ഫോർ മണി തരുന്ന പെർഫ്യൂംസ് ഉണ്ട്. സോ അതിലൊന്നാണ് ഇത്. എൻ അമേസിങ് പെർഫ്യൂം. ഇതൊരു വിന്റർ ഫ്രേഗ്രൻസ് പോലെയാണ്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു വാനില, നമുക്കൊരു നല്ലൊരു ഡിസേർട്ടിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക്. ഇറ്റ്സ് റിയലി അമേസിങ് സ്മെൽ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ലിക്വിഡ് ബേൺ എന്ന് പറയാം. Liquid Burn, I think so it's French Avenue. Sorry, French Connections അല്ല, French Avenue. It's an amazing perfume, very long lasting. പക്ഷേ ഫ്രഷ് ഫ്രേഗ്രൻസ് ഒന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു ഹെവി ഒരു സെക്സി വിന്റർ ഫ്രേഗ്രൻസ് പോലെയാണ്, ഒരു ഡിസേർട്ട് ഫ്രേഗ്രൻസ് എന്ന് പറയാം. നല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസേർട്ട്സിൻ്റെ ക്ലാസി സ്മെല്ല് വരുന്നതാണ്, അതൊരു നല്ലതാണ്. അപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റേൺ പറയുന്ന പോലെ തന്നെ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് വാല്യൂ ഫോർ മണിയാണ്. ഊദ് സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ, ഭയങ്കര ഊതിയല്ല, ഒരു ഇൻസെൻസ് ഊതാണ് എന്ന് പറയുമ്പോൾ ഈ ചന്ദനത്തിരി ഊതിൻ്റെ ഒക്കെ ഒരു മണമുള്ള സ്വിസ് അറേബ്യൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിന് ഇവിടെ തന്നെ വാങ്ങിയാണ്, ഷഗഫ് ഊദ് എന്നാണ് പേര്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല എന്താ പറയുക പ്രൊജക്ഷൻ ഉണ്ട്. ഈ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം മണത്താൽ പോരല്ല, പല രീതിയുണ്ട്. ഈ സിലാജ് എന്ന് പറയും, പ്രൊജക്ഷൻ എന്ന് പറയും. പ്രൊജക്ഷൻ പറഞ്ഞാൽ എത്ര ഫീറ്റ് വരെ പോകും എന്നുള്ളതാണ്. സിലാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ സൈഡിലുള്ളവർക്ക് എത്ര മണം അടിക്കും എന്നുള്ളതാണ്, അത് എത്ര ദൂരം വരെ പോകുന്നത്. ഇപ്പം ലിഫ്റ്റിനൊക്കെ ഒരാൾ ഇറങ്ങി പോകുമ്പോൾ മണം വരില്ലേ, അതാണ് സിലാജ്. സോ ഇതിന് നല്ല പ്രൊജക്ഷനും നല്ല സിലാജും ഉള്ള ഒരു പെർഫ്യൂമാണ്. ഊഡ് സ്മെൽ ഇഷ്ടമുള്ളവർക്ക് ധൈര്യത്തോടെ വാങ്ങിക്കാം, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ യൂറോപ്പിലും അവിടുത്തെ ഒരു വെതർ കണ്ടീഷൻസും സ്കിൻ ടൈപ്പും എല്ലാം കൂടി ഉണ്ട്. സോ നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റിയ കാണിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ആബ്സല്യൂട്ട് ഫേവറേറ്റ് ആണ് ഇത്, ജോൺ പോൾ ഗോട്ടിയറിൻ്റെ അടിപൊളി. ഇത് ഐ തിങ്ക് സോ ഇസ് ദ എലിക്സർ വൺ. അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. ഇറ്റ് ഇസ് ക്ലാസി. എൻ്റെ ഇതിലുള്ളതിൽ സെക്കൻഡ് ഫേവറേറ്റ് ഫ്രേഗ്രൻസ് ആണിത്. സെക്കൻഡ് ഓർ തേർഡ്, കാരണം പാക്കോ റബാന ഉണ്ട്, ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടില്ല, നമ്മുടെ 1 മില്യൺ ഉണ്ട്. ബട്ട് ദിസ് ഇസ് മോർ എന്താ പറയുന്നത്, ഒരു റിച്ച് ക്ലാസി, പക്ഷേ യൂറോപ്യൻ റിച്ച് വൈബൊക്കെ തരുന്ന ഒരു നല്ല ലോങ് ലാസ്റ്റിംഗ് ക്ലാസി സ്മെല്ലാണ്. ആൻഡ് ഡു നോട്ട് ബൈ ദീസ് പെർഫ്യൂംസ് ഫ്രം ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് ഓൾ. എനിക്ക് തോന്നുന്നു ഈ മിന്ത്രയൊക്കെ, ലക്സ് അല്ല, ആജിയോ, ലക്സ്, മിന്ത്ര, ടാറ്റ ക്ലിക്ക്, ലക്ഷറി, ഇതൊക്കെയാണ് നല്ല സൈറ്റ്സ്, അവരൊക്കെ ഓത്തറൈസ്ഡ് ഡീലേഴ്സാണ്. സോ ദിസ് ഇസ് എൻ അമേസിങ് പെർഫ്യൂം, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ പെർഫ്യൂം ഞാൻ വാങ്ങി. ഇത് JPGയുടെ എന്താ എൻ്റെ പേര്, പാരഡൈസ് ഗാർഡൻ. ഇത് ഞാൻ വിചാരിച്ചു ഭയങ്കര അടിപൊളിയായിരിക്കുന്നു, പക്ഷേ ഞാൻ അധികമൊന്നും ഉപയോഗിച്ചില്ല, 2-3 സ്പ്രേ ഉള്ളൂ. ഞാൻ ഇതൊന്നും കൂടെ സ്പ്രേ ചെയ്യാം, ഞാൻ വേറെ ഒന്നും സ്പ്രേ ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി എന്താണെന്നറിയോ, ഒരു കോക്കനട്ടി സ്മെല്ലാണ്. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് കോക്കനട്ട്. സോറി കേട്ടോ, ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ പ്രിയയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല. ഇറ്റ്സ് എ നൈസ്, ഒരു ഐലൻഡ് കോക്കനട്ടി വൈബ് സ്മെല്ലാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വാങ്ങിയാൽ മതി. ബട്ട് ഐ ലവ് ദീസ് ബോട്ടിൽസ്. ഇവരുടെ JPGയുടെ ബോട്ടിൽസ് ഒക്കെ അടിപൊളിയാണ്, ജോൺ പോൾ ഗോട്ടിയറിൻ്റെ. പിന്നെ നിങ്ങൾ പെർഫ്യൂംസ് എബ്രോഡാണ് ഭയങ്കര ചീപ്പ് എന്നൊന്നും വിചാരിക്കരുത്. ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല റേറ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ പാരീസ്, യൂറോപ്പിൽ പാരീസിൽ ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒരു ഭയങ്കര ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു കോക്കനട്ടി കേരളി കറിയുടെ ഒക്കെ ഒരു ചെറിയ സ്മെല്ലുണ്ട്. കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ ഒക്കെ. സോ ഇത് ഞാൻ അത്രയും എനിക്കറിയില്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന്. സോ ഇവിടം വരെയായി. പിന്നെ ഞാൻ സാധാരണ ഈ മിക്സ് ചെയ്ത് വാങ്ങുന്ന പെർഫ്യൂം ഉണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടോ അറിയില്ല, യൂസഫ് ബൈ, പിന്നെ ഈ മോൾസിലൊക്കെ ഉണ്ട് മൈ ഓൺ പെർഫ്യൂം, അങ്ങനെ മേക്ക് യുവർ ഓൺ പെർഫ്യൂം, അങ്ങനത്തെ കുറച്ചുണ്ട്. എനിക്കിതൊന്നും അത്രയും നന്നായിട്ട് പേഴ്സണലി തോന്നില്ല. ഈവൻ യൂസഫ് ബൈയുടെ ഞാൻ 2-3 അവർ നമ്മളൊരു ഫ്രേഗ്രൻസ് കൊടുത്ത് അതനുസരിച്ച് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ നല്ല ലാസ്റ്റിങ്ങും അതൊക്കെയാണ്. പക്ഷെ ഒരിക്കലും ആ ഒറിജിനൽ ഫ്രേഗ്രൻസ് അടുത്ത് പോലും വരുന്ന പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. സോ ഞാൻ അങ്ങനത്തെ പെർഫ്യൂംസ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ്. അപ്പോൾ അങ്ങനെ വെറുതെ ഒരിടയ്ക്ക് ഞാൻ കുറേ വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എക്സിബിഷന് പോയപ്പോൾ നമ്മുടെ താജ് ഹോട്ടലിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ആ കടയുടെ പേരറിയില്ല. താജ് ഹോട്ടലിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ തൊട്ട് സൈഡിലുള്ള പെർഫ്യൂം. ഇത് ഏത് സെൻറ്റാന്ന് അറിയില്ല, അവരുടെ ഏറ്റവും വില കൂടിയ സെൻറ്റ് അങ്ങനെ ഏത് പറഞ്ഞാൽ തോന്നുന്നു.
ഇത് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്, ഒരു അറബിക് സ്മെല്ലാണ്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ഒരു സൂതനിങ്, പക്ഷെ അധികം ഒരു ഊതി സ്മെല്ലല്ല, ബട്ട് ഒരു അറബിക് ആൻഡ് ഇങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അറബിക് ആൻഡ് കുറച്ച് സത്യം പറഞ്ഞ ഒരു ലാവൻഡർ സ്മെല്ലാണ് ഇതിന് കൂടുതൽ വരുന്നത്. എനിക്ക് ആ കൂടി മിക്സ് ചെയ്ത് വാങ്ങിയതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഇതാണ്. യൂസബൈഡ് ഒക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് ഒറിജിനലായിട്ട് ചിലപ്പോൾ അവരുടെ ഓൺ നല്ല ക്രിയേഷൻസ് കാണും, പക്ഷേ ഒറിജിനലായിട്ട് നോക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ വാങ്ങിയത് LVD ഇമാജിനേഷൻ അങ്ങനെ ഏതൊക്കെ നോക്കിയാണ് വാങ്ങിയത്, പോരായിരുന്നു. പിന്നെ ഭയങ്കര ഹൈപ്പ് എടുത്ത് വാങ്ങിയതാണ് അർമാഫിൻ്റെ ക്ലബ് ദ ന്യൂ ഇറ്റ് ഇൻറ്റൻസ് എന്ന് പറഞ്ഞത്. ഞാൻ സമ്മർ ഫ്രേഗ്രൻസസിന് വേണ്ടി നോക്കിയത്, കാരണം ഇതൊക്കെ കൂടുതലും പറഞ്ഞില്ലേ വിൻ്ററും റെയിനും നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇതപ്പോൾ സാധാരണ ഈ ക്രീഡ് എന്നോ അവെൻറ്റസ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ദ മോസ്റ്റ് പോപ്പുലർ ലെമണി സിട്രസി സമ്മർ പെർഫ്യൂം. അതിൻ്റെ ക്ലോൺ പെർഫ്യൂമാണ് ഈ അർമാഫ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ പക്ഷേ വിചാരിച്ച പോലെ ലോങ് ലാസ്റ്റിങ്ങും അല്ല, ഭയങ്കര സിന്തറ്റിക് സ്മെല്ലാണ്. അത് വന്നു കഴിയുമ്പോൾ തന്നെ പെർഫ്യൂംസ് അറിയാവുന്നവർ അല്ലെങ്കിൽ ഒരു നല്ല ക്രൗഡഡ് പോകുമ്പോൾ തന്നെ ദേ വിൽ ബി പുട്ട് ഓഫ്. ഈ നാച്ചുറൽ ഓയിൽസും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഈ പെർഫ്യൂംസിൻ്റെ വില മാറുന്നത് തോന്നുന്നു. ഐ എം നോട്ട് വെരി ഷുവർ. എൻ്റെ ഒരു ഇതാണ്, ഈ കെമിക്കൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസും അല്ലെങ്കിൽ അങ്ങനത്തെ എസൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിലായിരിക്കും ഇത്രയും റേറ്റ് വ്യത്യാസം വരുന്നത്. ഇത് ഭയങ്കര ഒരു ഹാർഷ് ആൻഡ് കെമിക്കലി ഒരു ലെമണി സ്മെല്ല് തന്നെയാണ്, പക്ഷെ എനിക്ക് ഒട്ടും എന്താ പറയുന്നത് ഒരു സൂതനിങ് ആയിട്ട് തോന്നിയില്ല. ഞാൻ അടിക്കും, പക്ഷേ ഐ ജസ്റ്റ് ഫെൽറ്റ് എനിക്കത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ സ്മെല്ലായിട്ട് തോന്നി. പക്ഷെ ഭയങ്കര ഹൈപ്ഡപ്പ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു അടിപൊളി അതുപോലെ തന്നെ ഹൈപ്പ് കൊടുത്ത് ഞാൻ സെർച്ച് ചെയ്ത് ഫ്രാഗ്രൻറ്റിക്കയിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വാങ്ങുന്നത്. ഒരു നല്ല സമ്മർ അറബിക് പെർഫ്യൂം നോക്കി ഞാൻ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഇത്. ഇപ്പോൾ ഓർഡർ ചെയ്തുള്ളൂ. ഇത് ഞാൻ ഒരു 5-6 അടിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഈ അറബിക് പെർഫ്യൂംസൊക്കെ മാസറേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒരു 5-6 സ്പ്രേസ് അല്ലെങ്കിൽ ഒരു 10 സ്പ്രേസ് അടിക്കുക, എന്നിട്ട് അടച്ച് തിരിച്ച് ബോക്സിൽ വെച്ച് നമ്മുടെ റൂം ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് ഒരു 3 മാസമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല ഒറിജിനൽ നല്ല മെച്ചുവേർഡ് സ്മെല്ലാവും കേട്ടോ. വാങ്ങി ഉടനെ അടിക്കുന്നത് യൂറോപ്യൻ പെർഫ്യൂംസും കുഴപ്പമില്ല, ഈ അറബിക് പെർഫ്യൂംസ്. സോ ഇത് അറ്റ്ലസ് ആണ്, ഇതും ലത്താഫയുടെ ആണ്. ദിസ് ഇസ് ഓൾസോ റിയലി നൈസ് സമ്മർ ഓഷ്യാനിക് ഫ്രഷ് സ്മെൽ പെർഫ്യൂം. അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ട് ഒന്നും ഓബ്വിയസ്ലി ലാസ്റ്റ് ചെയ്യില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി നന്നായി ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല ബോട്ടിലും ആണ്, നല്ല പാക്കേജിങ് ആണ്. ലത്താഫയുടെ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു കിഡിലൻ പെർഫ്യൂം ഉണ്ട്. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് തന്നേട്ടാ, ലത്താഫയുടെ ഐക്കോണിക് കാമ്ര. ഇതും ഒരു ഭയങ്കര സെക്സി ഡെസേർട്ട് സ്മെല്ലുള്ളതാണ്. ഇഫ് യു ലവ് ദാറ്റ് സ്മെൽ, ഇതും നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങാം. ലുക്ക് അറ്റ് ദ ബോട്ടിൽ, ഇറ്റ്സ് ഹൈ ക്വാളിറ്റി. ലത്താഫയുടെ പെർഫ്യൂംസ് ആർ വെരി പോപ്പുലർ, ബട്ട് ദിസ് ഇസ് ഓൾസോ റിയലി അമേസിങ്. ഇത് അവരുടെ ക്ലാസിക് കാമ്ര എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഇതും ഒരു അടിപൊളി പെർഫ്യൂമാണ് കാമ്ര. സോ ലത്താഫയുടെ അറ്റ്ലസ് സമ്മറിൽ ഉപയോഗിക്കാം, വിൻ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മഴക്കാലത്ത്, അല്ലെങ്കിൽ ഫങ്ഷൻസ്, ഈവനിങ്സ്, ഡേറ്റ് നൈറ്റ്സ്, അതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ലത്താഫയുടെ കാമ്ര. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു വളരെ എക്സ്പെൻസീവ് ആണ്, ഞാൻ പാരീസിൽ നിന്ന് വാങ്ങിയാണ്, ഭയങ്കര പോപ്പുലറാണ് സുവാജ്. ഇത് സുവാജിൻ്റെ EDP ആണ്, എലിക്സർ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഓയിൽ കോൺസെൻട്രേഷൻ ഉള്ളത്. ഞാൻ EDP ആണ് വാങ്ങിയത്. ഇതും നല്ല സ്മെല്ലാണ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് സ്മെല്ലിങ് ലൈക്ക് ഒരു കോമൺ സ്മെല്ലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇറ്റ്സ് എ നൈസ് സമ്മർ. ഇതും നമുക്ക് സമ്മേഴ്സിൽ ഉപയോഗിക്കാം, ബട്ട് എനിക്കിത് എന്താണെന്ന് അറിയില്ല. എനിക്കൊന്ന് അവിടെ എല്ലാവരും ഏകദേശം ഇതാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു പെർഫ്യൂം പോലെയായി. ഇതും ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം കണ്ടായി, പക്ഷേ ഇപ്പോഴും ഇത് ഹാഫ് ബോട്ടിലേ ആയിട്ടുള്ളൂ. ഇറ്റ്സ് ഓൾസോ എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് എ നൈസ്, വെരി നൈസ് പെർഫ്യൂം, പക്ഷേ നത്തിങ് യുണീക്ക് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഒരു ഐഡൻറ്റിറ്റി ഇല്ല. എനിക്ക് വേറെ ഇനി ആഗ്രഹമുള്ളത് എന്താണെന്നറിയോ, ഏതിൻ്റെ ആണ്, അർമാണിൻ്റെ ആണെന്ന്, സ്ട്രോങ്ങർ ദാൻ യു ഇൻറ്റൻസ്ലി. അതും എനിക്ക് ഈ കാമ്രയുടെ ഒക്കെ പോലെ എനിക്കൊന്ന് ഈ വിൻ്റർ ഫ്രേഗ്രൻസ് ആണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം. പിന്നെ റസാസിയുടെ ഹവാസ്, ഇതും ഒരു സമ്മർ പെർഫ്യൂമാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, അഫോർഡബിൾ ആണ്. നമ്മളെ ഇത് നോട്ടിക്ക, ഈ അറ്റ്ലസ്, ലത്താഫ അറ്റ്ലസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഫ്രഷ് ഫ്രേഗ്രൻസസ് ആണ് നമ്മുടെ സമ്മേഴ്സിൽ. റസാസി ഹവാസ്, ഇറ്റ്സ് എ വെരി പോപ്പുലർ പെർഫ്യൂം. പിന്നെ കാമ്ര കാണിച്ചു, ബാക്കിയൊക്കെ കാണിച്ചു. ഞാൻ ഈ ലേഡീസിന് നല്ല കുറച്ച് പെർഫ്യൂംസ് കാണിക്കാം. അർമാണിയുടെ ദിസ് ഇസ് ഓൾസോ അമേസിങ് ഫ്രേഗ്രൻസ്, ലോങ് ലാസ്റ്റിംഗ്, ഒരു സെക്സി സ്മെല്ല് തന്നെയാണ്. ഇത് പൊട്ടിച്ചിട്ടില്ല, ഇത് സെക്കൻഡ് ബോട്ടിലാണ്, ഞാൻ പ്രിയയ്ക്ക് വാങ്ങിക്കൊടുത്താണ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം തൈവാൻ ഓർ സംതിങ്. അതുണ്ട്. അയ്യോ, ഇത് ആക്ച്വലി എനിക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. റോബർട്ടോ കവാലിയുടെ ആണ് ഇത്.
പ്രിയയുടെ ഫ്രണ്ട് നീത്തു പ്രിയയ്ക്ക് കൊടുത്ത, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ഇപ്പോഴായിരുന്നു. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് നല്ല ബെസ്റ്റ് അമ്മയ്ക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, നല്ല പ്രൊജക്ഷൻ വേണം. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം ഞാൻ റിവ്യൂ നോക്കി, ഇതുവരെ മണക്കാതെ ബ്ലൈൻഡ് ബൈ ആയിരുന്നു വാങ്ങിയൊരു, നിങ്ങൾ മിക്കവരും കേട്ട് കാണില്ല, ഇത് മുഗ്ലർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഏലിയൻ ആണ്, ലേഡീസിൻ്റെ. ഒരു രക്ഷയില്ല. നിങ്ങളൊരു ഗൂച്ചി ഫ്ലോറൽ പെർഫ്യൂംസ് നിങ്ങൾ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, കുറച്ച് ഫേമസ് ആണ്. പക്ഷെ ദിസ് ഇസ് ഈവൺ മോർ ലാസ്റ്റിംഗ്. ഇറ്റ് ഇസ് വെരി ജാസ്മിനി, ഭയങ്കര ജാസ്മിനി ഫ്രേഗ്രൻസ് ആണ്. ബട്ട് ഇറ്റ് വിൽ പ്രൊജക്ട്, ഇറ്റ് വിൽ ലാസ്റ്റ്. ഇഫ് യു ലവ് ഫ്ലോറൽ സ്മെൽ, എസ്പെഷ്യലി ജാസ്മിൻ, ഇത് നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങാം. ഇതും ഒരു 10 രൂപയുടെ അടുത്തൊക്കെ വരും, 10,000 റുപ്പീസിന് അടുത്ത് വരും. ചെറിയ ബോട്ടിൽ നിന്നാണ്, 50 ml ഞാൻ പറയുന്നത് ഈ റേറ്റ്. ബട്ട് ദിസ് ഇസ് അമേസിങ് ഹിഡൻ ജെം ബ്രാൻഡ്. ഇറ്റ്സ് നോട്ട് വെരി പോപ്പുലർ ഐ തിങ്ക്, ബട്ട് ദിസ് ഇസ് അമേസിങ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഞങ്ങളുടെ തൃശ്ശൂർ എക്സിബിഷന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചൈനയിൽ നിന്ന് വന്നു, രഞ്ജിത്തേട്ടൻ്റെ പേര്, ഷാങ്ഹായിലാണ്. അപ്പോൾ ചേട്ടൻ അടുത്തൂടെ പോയപ്പോൾ ഭയങ്കരമാണ്. ഞാൻ നോർമലി ഞാൻ പറഞ്ഞില്ല, ഭയങ്കര റിച്ച് പെർഫ്യൂംസ് ഞാൻ അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ചേട്ടൻ പോയപ്പോൾ ഭയങ്കര മണവും, ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഒരു മെച്യൂർഡ് ക്ലാസി, സത്യം പറഞ്ഞാൽ ഒരു മില്യണയർ സ്മെല്ലാണ്, മില്യണയർ അറബി സ്മെല്ലായിരുന്നു. ഏതാണെന്ന് ചോദിച്ചു. ആ ചേട്ടൻ ഈ പെർഫ്യൂമിൻ്റെ ഒരു പേര് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ എനിക്കൊന്ന് നമ്മുടെ ആരായിരുന്നു ഒരു സിനിമ നടൻ, ഭയങ്കര തൃശ്ശൂരിലുള്ള ഒരു സിനിമ നടനില്ല, ദേവാസുരത്തിലൊക്കെ ഉള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള സെലിബ്രിറ്റി, സിനിമ രാജു എന്നും കണ്ടാന്ന് തോന്നുന്നു പേര്, എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നല്ല അഭിനയമാണ്, ഭയങ്കര റിച്ചായിട്ട് കുറേ കാസൊക്കെ ഉള്ള. ഓക്കെ, അപ്പോൾ ആ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് പോയി, അതിനുവേണ്ടി അത് കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് എനിക്ക് വന്ന് ആ പെർഫ്യൂമിൻ്റെ ബാക്കിയുള്ള പെർഫ്യൂം തന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഫുൾ ബോട്ടിലായിട്ട് ഷോപ്പിൽ കൊണ്ടുവന്ന് തന്നു രഞ്ജിത്തേട്ടൻ. പിന്നെ അതാണ് എൻ്റെ ഒരു സിഗ്നേച്ചർ ഫ്രേഗ്രൻസ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഇന്ത്യയിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ദുബായിൽ ഓബിയസ്ലി കിട്ടും. അത് റസാസിയുടെ, എൻ്റെ പേര് ഒരു കോംപ്ലിക്കേറ്റഡ് പേരാട്ടാ, കുറേ പേര് എന്നോട് ചോദിച്ചു, പക്ഷേ എനിക്ക് പേര് പറയാൻ പറ്റിയിട്ടില്ല. സംഹൗ അൽ റസാസി വജാഹ, അതാണ് പേര്. ബട്ട് മൈ ഗുഡ്നസ്, ഇതൊരു 5 അടിച്ചു കഴിഞ്ഞാൽ തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഇസ് ഇൻറ്റൻസ്ലി സ്ട്രോങ് അടിച്ചു കഴിയുമ്പോൾ. ആൻഡ് കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഡ്രൈ ഡൗണിലേക്ക് മിഡിലേക്കൊക്കെ പോകുമ്പോഴേക്കും കുറേയും കൂടെ ബെറ്റർ ആണ്. ബട്ട് ദിസ് ഇസ് ലൈക്ക് സെക്സി ലെതർ മെച്യൂർഡ്, ഒരു രക്ഷയില്ലാത്ത ഫ്രേഗ്രൻസ് ആണ്. ഇഫ് യു ലൈക്ക് കേട്ടോ, ഊതാണ് മെയിൻ തിങ്. ആൻഡ് ലെതർ, ഇപ്പം ഈ ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ലെതറിൻ്റെ സ്മെല്ലുള്ള കുറേ പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി സ്ട്രോങ്, മെച്യൂർഡ്. യങ് ക്രൗഡിന് പറ്റില്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ഈ ജെന്റിൽമെൻസ് ക്ലബ്സും അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈവനിങ്സ്, ഈ ചാരിറ്റി ഡിന്നേഴ്സ്, അങ്ങനെയൊക്കെ ഭയങ്കര ഹൈ എൻഡ് ഫങ്ഷൻസ് ഒക്കെ ഇല്ല, അതിനൊക്കെ പോകുമ്പോഴും അടിക്കുന്ന ഒരു ടൈപ്പ് സ്മെല്ലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ് ഈ പെർഫ്യൂം. ഇതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ റസാസിയുടെ. ഇതിന് താല്പര്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിക്കാം. ഇറ്റ്സ് എക്സ്ട്രീംലി സ്ട്രോങ്, ബട്ട് ഇറ്റ്സ് എൻ അമേസിങ് പെർഫ്യൂം. സോ ഒറ്റ ഷോട്ടിലാണ് ഇത് മൊത്തം പറഞ്ഞിരിക്കുന്നതല്ലേ, ഞാൻ കട്ടിയണ്ടിയൊക്കെ വരുമെന്ന് വിചാരിച്ചു. ബട്ട് ഐ ജസ്റ്റ് ലവ് പെർഫ്യൂംസ്. പക്ഷെ ഇനി വാങ്ങണമെന്നായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ നല്ലതും അല്ലെങ്കിൽ ഇതുപോലെ ഹൈപ്ഡപ്പ് വരുമ്പോൾ ഐ ഡോണ്ട് നോ, എനിക്ക് സ്പെൻഡിങ് കുറയ്ക്കണം എന്നുണ്ട്, പക്ഷെ പറ്റിപ്പോന്നു. സോ ഇതെൻ്റെ ഒരു പെർഫ്യൂം കളക്ഷൻ ആയിരുന്നു. പ്രിയയുടെ കാണിക്കാൻ പറയണ്ട, കാരണം പ്രിയയ്ക്ക് ഒരു 5-6 കണ്ട്, കമ്പയർ ടു ദിസ് ഒരു 5-6 കണ്ടേ ഉള്ളൂ. സോ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. ഒരു പ്രിയ ഉപയോഗിക്കുന്നത് ഞാൻ പറയാം, മറ്റേ കാലിൻ ഹെറയുടെ ബാഡ് ഗേൾ ഉപയോഗിക്കും, പിന്നെ സി ഉപയോഗിക്കും, പിന്നെ ഇത് ഇനിയിപ്പം ഉപയോഗിക്കണം, അങ്ങനെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്. സോ ജസ്റ്റ് എൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ കാര്യങ്ങൾ പറയാനായിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഓബ്വിയസ്ലി പല പല ടേസ്റ്റും പല പല കാണും, പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രിഫറൻസസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സോ എന്തായാലും hopefully you guys enjoyed this vlog and welcome to my world of my small perfume collection. So എന്തായാലും നാളെ വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ stay healthy, stay happy, bye bye.